നമസ്കാരം. ഫസ്റ്റ് റൗണ്ടിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. സീറ്റ് പ്രതിസന്ധിക്കിടെ +1 ക്ലാസുകൾക്ക് തുടക്കം. വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ ഇന്നും സംഘർഷം. മദ്യനയ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. ഹർജി ജൂൺ 26 മാറ്റി. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ ജയിലിൽ തുടരണമെന്ന് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് തോമസ് ചാഴികാടൻ. നവകേരള സദസ്സിലെ ശകാരമടക്കം തിരിച്ചടിയായി. വിമർശനം കേരള കോൺഗ്രസ് യോഗത്തിൽ. CPM പാലക്കാട്, കാസർഗോഡ് നേതൃയോഗങ്ങളിൽ സർക്കാരിന് വിമർശനം. 2020 സെമി ബർത്ത് തേടി ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയക്കെതിരെ. ദക്ഷിണാഫ്രിക്ക സെമിയിൽ. യൂറോ കപ്പിൽ സ്വിറ്റ്സർലൻഡ് പ്രീ ക്വാർട്ടറിൽ. ഇറ്റലി ക്രൊയേഷ്യയെ നേരിടും. കോപ്പയിൽ യുറോഗ്വയ്ക്കും അമേരിക്കയ്ക്കും ജയം. പ്രോടേം സ്പീക്കർ പദവിയെ ചൊല്ലി ആദ്യ ദിനം തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷ ഭരണപക്ഷ പോര്. കൊടിക്കുന്നിൽ സുരേഷിന്റെ സീനിയോറിറ്റി മറികടന്ന് ഭർത്തൃഹരി മെഹ്താബിനെ നിയമിച്ചതിലായിരുന്നു പ്രതിഷേധം. പ്രോടേം സ്പീക്കർ പദവിയിലേക്ക് തന്നെയാണ് പരിഗണിക്കേണ്ടതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP മീഡിയ വണ്ണോട് പറഞ്ഞു. പ്രോട്ടൈൻ സ്പീക്കർ ഇത്തവണ നാച്ചുറലി എനിക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ BJP അവരുടെ രാഷ്ട്രീയം അവർ ഉപയോഗിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഭാഗത്തുള്ള 7ാമത്തെ പ്രാവശ്യം MP ആയ ഒരാളിനെ ഭർത്തൃഹരി മെഹ്താബ് എന്ന് പറയുന്ന ഒറീസയിലെ കട്ടക്ക് എന്നുള്ള MP ആണ് നിർദ്ദേശം. ഈ പാർലമെൻറ്റ് 18ാം ലോക്സഭയുടെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വിജ്ഞാപനം വരുന്നതിന് തൊട്ടു മുമ്പാണ് BJP ചേർന്നത്. അങ്ങനെ ഒരാളുടെ മുന്നിലാണ് MP മാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മൂല്യ ശോഷണമായിട്ടാണ് അതിനെ കാണാൻ കഴിയുക. സീറ്റ് പ്രതിസന്ധി നിലനിൽക്കെ സംസ്ഥാനത്ത് 1ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ തുടങ്ങി. വിദ്യാർത്ഥികളെ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 3.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് എത്തിയത്. മലബാർ ജില്ലകളിൽ 80,000 വിദ്യാർത്ഥികൾ പ്രവേശനം കിട്ടാതെ പുറത്താണ്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു +1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. 3,43,537 വിദ്യാർത്ഥികൾ സംസ്ഥാനത്തുടനീളം ആദ്യ ദിനം ക്ലാസുകളിലേക്ക് എത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ മധുരം നൽകി സ്വീകരിച്ചു. നിയമസഭയിൽ പോകേണ്ടതിനാൽ 2 വരിയിൽ മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു. 3,43,537 വിദ്യാർത്ഥികൾ 1ാം വർഷ ഹയർ സെക്കൻഡറിയിൽ ചേരുകയാണ്. ആ മുഴുവൻ വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഏതാനും സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ആ സീറ്റ് അതും കൂടെ ഫില്ല് ചെയ്യുകയാണ്. മലബാറിലെ സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി ഇപ്പോഴും തുടരുകയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 31,482 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിലെ 17,399 കുട്ടികളും കോഴിക്കോട് ജില്ലയിലെ 1,601 വിദ്യാർത്ഥികളും പുറത്തു നിൽക്കുന്നു. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി നാളെ യോഗം വിളിച്ചിട്ടുണ്ട്. മീഡിയ വൺ, തിരുവനന്തപുരം. +1 സീറ്റ് പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് RDD ഓഫീസ് ഉപരോധിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കണ്ണൂരിലും മലപ്പുറത്തും MSF പ്രവർത്തകർ RDD ഓഫീസ് ഉപരോധിച്ചു. SFI മലപ്പുറത്തും KSU കൊല്ലത്തും കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മലപ്പുറത്തും കോഴിക്കോടും റോഡ് ഉപരോധിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസും. സാജിദ്, മലപ്പുറത്തെ പ്രതിഷേധ പരിപാടികൾ എവിടെയൊക്കെ ആരൊക്കെയാണ് സംഘടിപ്പിച്ചത്? നിഷാദ്, SFIയുടെ കളക്ടറേറ്റ് മാർച്ച് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. +1 പ്രതിസന്ധി അതിരൂക്ഷമായ പശ്ചാത്തലത്തിലാണ് SFI പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. 200-ലധികം പ്രവർത്തകർ ഇപ്പോൾ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ അഫ്സലാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറയുന്നത് ഒരു വിഷയത്തിൽ അതിന്റെ ഏറ്റവും രൂക്ഷമായ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഈ മാർച്ച് നടത്തുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. ആരാണ് കേരളം ഭരിക്കുന്നത്, അവരുടെ
കൊടിയുടെ നിറം നോക്കിയല്ല തങ്ങൾ സമരം നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പല കണക്കുകളും പറയുമ്പോഴാണ് CPM-ന്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായ SFI കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇത് കൂടാതെ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആദ്യം MSF പ്രവർത്തകരാണ്, MSF-ന്റെ വനിതാ പ്രവർത്തകരാണ് RDD ഓഫീസ് ഉപരോധിക്കാനായി എത്തിയത്. ഇവരെ വനിതാ പോലീസ് പിടിച്ചു മാറ്റി. പിന്നീട് KSU പ്രവർത്തകരും RDD ഓഫീസിലേക്ക് എത്തി. ഇവരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ശക്തമായ മഴ പെയ്യുന്നതിനിടെയാണ് റോഡ് ഉപരോധവുമായി ഫ്രട്ടേണിറ്റി പ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഏതാണ്ട് ഒരു 20 മിനിറ്റ് ഉപരോധിച്ചു. വളരെ ബലം പ്രയോഗിച്ച് ആണ് വനിതാ പോലീസ് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റിയത്. എന്തായാലും അടുത്ത ദിവസവും സമാന രീതിയിലുള്ള സമരങ്ങൾ മലപ്പുറം ജില്ലയിൽ തുടരും. ശരി, കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് കൂടി ചേരുന്നു. ലിജോ, കൊല്ലത്തെ പ്രതിഷേധ പരിപാടിയുടെ വിശദാംശം എന്താണ്? നിശ്ചിത സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധമാണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 12 മണിയോടുകൂടെയാണ് പ്രതിഷേധം ആരംഭിച്ചത്. കേസാടിസ്ഥാനിൽ നിന്ന് ആരംഭിച്ച സമരം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കളക്ടറേറ്റിന്റെ മുന്നിൽ വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയാണ് ശ്രമിച്ചത്. ഏകദേശം 200 വരുന്ന പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ KSU ഇവിടെ കൊല്ലത്ത് നടത്തിയ പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഒന്നായിരുന്നു. പല വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം. SC ST OBC ഗ്രാന്റ് ഉടൻ പുനഃസ്ഥാപിക്കുക, പ്രധാനമായും +1 സീറ്റിലെ അപാധകൾ ഉടൻ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡ് വെച്ച് പ്രതിഷേധം പോലീസ് തടഞ്ഞു. അതിനുശേഷം ഈ പ്രവർത്തകർ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് പ്രവർത്തകരെ പോലീസ് ലാത്തി ഉപയോഗിച്ച് കുത്തിയതിനെ തുടർന്ന് തമ്മിൽ വാക്കേറ്റമുണ്ടായി. ചില പ്രവർത്തകർ അതിൽ 1-2 പേർ അതിനകത്തേക്ക് കടക്കുകയും പക്ഷേ പോലീസുകാരുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പലരെയും പുറത്താക്കുകയും ചെയ്ത് ഇപ്പോൾ ദൃശ്യം കാണുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പലരും അകത്തേക്ക് ഏകദേശം കയറിയതാണ്. പക്ഷെ അതിനുശേഷമാണ് വനിതാ പോലീസ് ഉൾപ്പെടെ എത്തി ഇത്തരത്തിൽ ഈ പ്രതിഷേധം പ്രവർത്തകരെ പുറത്താക്കാൻ കഴിഞ്ഞത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമായും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ ഇത്തരത്തിൽ സർക്കാർ ശ്രമിക്കുന്നതുണ്ടെങ്കിൽ, പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അനിശ്ചിത കാലത്തേക്ക് പഠിപ്പ് മുടക്കി സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നുള്ള കാര്യമാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. അടുത്ത ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതുപോലെയുള്ള പൊള്ളയായ കണക്കുകളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അത് KSU ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും അലോഷ്യസ് സേവ്യർ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കിയോ മറ്റ് സംവിധാനങ്ങളൊന്നും തന്നെ ഇവിടെ പോലീസിനില്ല. ഇപ്പോൾ ആ ഉന്തും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും ഉണ്ടാവുകയാണ്. മതിലേക്ക് കയറിയ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പോലീസ് വലിച്ച് പുറത്തേക്ക് തള്ളിയാണ്. പോലീസ് ഇപ്പോൾ ആ പോലീസിന്റെ ഷീൽഡ് പ്രവർത്തകർ പിടിച്ചെടുത്തിരിക്കുകയാണ്. പോലീസിന്റെ ഷീൽഡ് പ്രവർത്തകർ പിടിച്ചെടുത്ത് താഴെ എറിഞ്ഞ ദൃശ്യങ്ങളാണ്. അതിന് തിരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന പോലീസേന ദൃശ്യങ്ങൾ ഷീൽഡ് തിരിച്ച്, അതായത് പ്രവർത്തകർ പിടിച്ചു വാങ്ങിയെറിയുകയും അവരുടെ ദേഹത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ്. പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ കാണുന്നത് പ്രവർത്തകർ പല ഭാഗത്തായി ഓടി മാറുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് തിരികെ എടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതിനടുത്ത് തിരികെ പ്രവർത്തകർ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പ്രവർത്തകർ തിരികെ ഈ ഒരു മതിലിന്റെ ഇവിടെ ആകെ സംഘർഷ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ +1 സീറ്റ് പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരമുഖത്താണ്. ഇന്നിപ്പോൾ കൊല്ലത്ത് KSU പ്രവർത്തകർ നടത്തുന്ന സമരം സംഘർഷഭരിതമായിരിക്കുന്നു. പോലീസ് അവർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിക്കുകയാണ്. കൊല്ലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
ഡൽഹി മദ്യനയ കേസിൽ വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി താൽക്കാലികമായി റദ്ദാക്കിയതിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതി മറ്റന്നാൾ പരിഗണിക്കാൻ മാറ്റി. നാളെ കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കേസ് മാറ്റിയത്. മുൻവിധിയോടെ കാര്യങ്ങളെ കാണാനാവില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് തോമസ് ചാഴികാടൻ. കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ചാഴികാടന്റെ വിമർശനം. പാലായിൽ നടന്ന നവകേരള സദസ്സിലെ ശകാരമടക്കം തിരിച്ചടിയായെന്ന് ചാഴികാടൻ പറയുന്നു. തോൽവിയിൽ മുഖ്യമന്ത്രിയെ മാത്രം പഴിചാരുന്നത് ശരിയല്ലെന്നായിരുന്നു യോഗത്തിൽ ജോസ് കെ മാണിയുടെ നിലപാട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയ്ക്കിടെ ചാഴികാടൻ വികാരാധീനനായി. LDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. എന്നാൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും സമീപനങ്ങളും ജനങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായി. പാലായിൽ നവകേരള സദസ്സിനിടെ തനിക്കുണ്ടായ അനുഭവവും ചാഴികാടൻ പരാമർശിച്ചു. CPM വോട്ടുകൾ LDFന് ലഭിക്കാതെ പോയതും അന്വേഷിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുത്തലുകൾ അനിവാര്യമാണെന്ന് പറഞ്ഞാണ് ചാഴികാടൻ ചർച്ച അവസാനിപ്പിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചായിരുന്നു ചെയർമാൻ ജോസ് കെ മാണിയുടെ മറുപടി. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കൂട്ടുത്തരവാദിത്തമുണ്ട്. എക്കാലവും ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിന്നിരുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങൾ അകന്നത് LDF ഗൗരവമായി കാണണമെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത്. ഭൂപരിഷ്കരണ കമ്മീഷൻ രൂപീകരണം, വന്യജീവി ആക്രമണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാര നിർദ്ദേശങ്ങൾക്കായി LDF ഉപസമിതി രൂപീകരിക്കണമെന്നും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മീഡിയ 1 കോട്ടയം. CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന് നിശ്ചിത വിമർശനം. ചിഹ്നം നഷ്ടപ്പെടുമെന്ന ബാലന്റെ പരാമർശം പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ പരിഹാസ്യമാക്കുന്ന രീതിയിലായിരുന്നു എന്നാണ് വിമർശനം. പ്രകാശ് ജാവദേക്കറെ കണ്ടെന്ന തെരഞ്ഞെടുപ്പ് ദിവസത്തെ EP ജയരാജന്റെ പ്രസ്താവന തിരിച്ചടിയായെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലും വിമർശനമുയർന്നു. +1 സീറ്റ് പ്രതിസന്ധിയിൽ തിരുവനന്തപുരത്ത് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചും സംഘർഷഭരിതമായിരിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഹരി മോഹൻ കൂടുതൽ വിവരങ്ങളുമായി. ഹരി, എന്താണ് വിശദാംശം? നിഷാദ്, അതായത് ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ KSU പ്രവർത്തകർ വഴിയിൽ തടഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കരിങ്കൊടി കിട്ടിയതടക്കമുള്ള പ്രതിഷേധങ്ങളാണ് ഇന്നലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ വെച്ചായിരുന്നു ഈ പ്രതിഷേധം. ഇതിൽ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം മന്ത്രി തന്നെ പരോക്ഷമായി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതേ തുടർന്ന് ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം നെയ്യാറിലെ വീട്ടിലെത്തിക്കൊണ്ട് പോലീസ് വീട് വളഞ്ഞുകൊണ്ടാണ് KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSU ജില്ലാ കമ്മിറ്റി നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ചിൽ 2 വട്ടമാണ് ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതായത് ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞതിന് ശേഷം ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ ചെറിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഉന്തും തള്ളും എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതായത് ഈ KSU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധമാണിത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നിലവിൽ ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് KSU ജില്ലാ പ്രസിഡന്റിനെ പോലീസ് കോടതിയിലും ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള കുറ്റമാണ് KSU ജില്ലാ പ്രസിഡന്റിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാർച്ച് നടത്തുന്നത്. എന്തായാലും +1 സീറ്റ് പ്രതിസന്ധിയുമായിട്ട് നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് ഇതിനെയും KSU വിശേഷിപ്പിക്കുന്നത്. കാരണം അതിന്റെ പ്രതിഷേധം എന്നുള്ള നിലയ്ക്കായിരുന്നു ഇന്നലെ മന്ത്രി V ശിവൻകുട്ടിയെ വഴിയിൽ തടയുകയും തുടർന്ന് അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്തത്. അതിന്റെ തുടർച്ചയായാണ് ഇന്നിപ്പോൾ ഈ മാർച്ചും നടക്കുന്നത്. മാർച്ച് ഇപ്പോൾ എന്തായാലും 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡുകൾ മറിച്ചിടാനുമുള്ള ശ്രമം നടത്തി. പോലീസുമായി ചെറിയ തോതിലുള്ള ഒന്നുതള്ളും ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും പ്രതിഷേധം തുടരും എന്നുള്ളതാണ് KSU ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. അതായത് അകാരണമായി അറസ്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും വരും ദിവസങ്ങളിൽ തുടരും എന്നുള്ളത് തന്നെയാണ് KSU ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത്. നിഷാദ്, ശരി. ഹരി മോഹൻ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. T20 ലോകകപ്പിൽ സെമി ഉറപ്പിക്കാൻ ഇന്ത്യ ഇന്നിറങ്ങും. സൂപ്പർ 8ലെ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയെ നേരിടും. ഡാരൻ സമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-നാണ് മത്സരം. വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക സെമിയിലെത്തി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ ബ്രോട്ട് യു ബൈ വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,600 രൂപ, പവൻ 52,800 രൂപ, 18 ക്യാരറ്റ് ഗ്രാമിന് 5,515 രൂപ, പവന് 44,120 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ.